കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പഗേറ്റി എങ്ങനെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. കാണുമ്പോൾ നൂഡിൽസ് പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു ടൈപ്പ് പാസ്തയാണ്. അപ്പോൾ ഇത് സ്പഗേറ്റി എന്ന് പറയും. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. സ്പഗേറ്റി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പം ഇനി ഇതിലേക്ക് നമുക്ക് സ്പഗേറ്റി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കും സ്പഗേറ്റി. ഇനി ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഈ സ്പഗേറ്റി നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഒരു 10 മിനിറ്റാണ് ഇതിൻ്റെ ഒരു പാകം. പിന്നെ നിങ്ങളുടെ ഫ്ലെയിമൊക്കെ അനുസരിച്ച് അതിൽ വ്യത്യാസം വരും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ എടുക്കാം, അതുപോലെ ബട്ടറും എടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പകുതി സവോള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വൈറ്റ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റ് ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ ക്യാപ്സിക്കം ആണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ ക്യാബേജ് കൂടി നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി കൂട്ടിയും കുറച്ചും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കാം. ഇത് ഒരുപാടൊന്നും വേവേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെജിറ്റബിൾ മാത്രമാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. എൻ്റെ അടുത്ത് ചിക്കൻ ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയ് സോസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിൽ വ്യത്യാസം വരും. കൂടുതൽ അളവിലുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ സോയ് സോസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ഇനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളം ഊറ്റി വെച്ചിട്ടുള്ള ഒരു സ്പഗേറ്റി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനി നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ സ്പഗേറ്റി ഊറ്റുന്ന ആ ഒരു ടൈമിൽ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം എടുത്ത് വെക്കണേ. എന്നിട്ട് ആ ഒരു വെള്ളം നമ്മൾ ഈ സ്പഗേറ്റി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ചിക്കനും വെജിറ്റബിളും ഒക്കെയുള്ള ആ ഒരു മസാല ആ ഒരു സ്പഗേറ്റിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഉള്ളൂ ഇത് നല്ലതുപോലെ മിക്സ് ആവുള്ളൂ. നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ തവിയൊക്കെ ഉപയോഗിച്ച് മിക്സ് ചെയ്യുവാണെങ്കിൽ അത് എല്ലായിടത്തും അങ്ങ് എത്തില്ല. അപ്പോൾ ഈ ഒരു മസാലയും സ്പഗേറ്റിയും നല്ലോണം മിക്സ് ചെയ്യുമ്പോഴേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതിനാണ് നമ്മൾ ആ ഒരു വെള്ളവും കൂടി ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്തെടുക്കുന്നോ നമുക്ക് അത്രയും ഇത് ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്പഗേറ്റി സ്റ്റൈലിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ.